സ്വകാര്യ ആശുപത്രികളുടെ ബില്ലിലുള്ള ചൂഷണം ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ മാറ്റത്തിന് ശുപാർശ വന്നിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാനുള്ള രാജ്യസഭയിൽ നിന്നാണ്, അതായത് പാർലമെൻ്ററി സ്ഥിരം സമിതിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഉൾപ്പെടെ രാജ്യത്തെ വിവിധ ഇടങ്ങളിലുള്ള സ്വകാര്യ ആശുപത്രികൾ അമിതമായി ബില്ല് ഈടാക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അത് ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യമാണ്. ഇപ്പോൾ അത് നിജപ്പെടുത്തണം, അത് കേന്ദ്ര സർക്കാർ അതിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുള്ളൊരു ശുപാർശയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് പിന്നീട് അത് നടപ്പിലാക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കടക്കുന്നത്. മാത്രമല്ല, അമിതമായ ചികിത്സാ ചെലവ്, നഴ്സിംഗ് ഫീസ്, അതോടൊപ്പം ഡോക്ടർ ഫീ അടക്കമുള്ളത് ഇപ്പോഴും നിലവിൽ വാങ്ങി വരുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു മാറ്റം വേണമെന്നുള്ളൊരു ശുപാർശ വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ സ്വകാര്യ ആശുപത്രികൾ റൂം കാറ്റഗറി തിരിച്ച് മരുന്നിനും ഭക്ഷണത്തിനടക്കം വില നിശ്ചയിക്കുന്ന ഒരു തീരുമാനം നിലവിൽ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. അത് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉയർന്നു വരുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിക്ക് ഇനി തോന്നുംപടി ബില്ല് ഈടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു നിയന്ത്രണം അതിലേർപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ വലിയ നഗരങ്ങളിലും മെട്രോ നഗരങ്ങളിലും എല്ലാം ഉയർന്ന റൂം വാടകയാണ് ഈ ആശുപത്രികളിൽ വാങ്ങുന്നത്. ആശുപത്രിയിൽ ഈടാക്കുന്ന ഈ റൂം വാടക 3 സ്റ്റാർ നിലവാരത്തിലേക്ക് നിജപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യം കൂടി ഈ ശുപാർശയിൽ പറയുന്നുണ്ട്. അത് സാധാരണക്കാരടക്കമുള്ളവർ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുമ്പോൾ അവർക്ക് ഭീമമായ തുകയാണ് ഈടാക്കുന്നത്. അതായത് സർക്കാർ ആശുപത്രികളിൽ 5000 രൂപ ചിലവ് വരുന്നിടത്ത് 10 ഇരട്ടിയാണ് സ്വകാര്യ ആശുപത്രിയിൽ വരുന്നത്. അതും നിജപ്പെടുത്താനുള്ളൊരു ശുപാർശ വരുന്നുണ്ട്. ഏതായാലും ആ ഒരു തുക ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം ഉണ്ടാകും. മരുന്ന്, ഭക്ഷണം തുടങ്ങിയവയിൽ കൃത്യമായൊരു ഏകോപനം തുകയിൽ അടക്കം ഉണ്ടാകണമെന്നുള്ള ശുപാർശയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. രാജ്യസഭാ MP പ്രൊഫസർ രാം ഗോപാൽ യാദവിൻ്റെ അധ്യക്ഷതയിലുള്ള ആരോഗ്യ കുടുംബക്ഷേമ പാർലമെൻ്ററി സമിതി സമർപ്പിച്ച 176ാമത് റിപ്പോർട്ടിലാണ് ഈ കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമായാണ് കണക്കാക്കുന്നത്. വരും ദിവസങ്ങളിൽ സാധാരണക്കാർക്കുൾപ്പെടെ ചികിത്സാ ചിലവിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുന്നത് ഒരു വലിയ കാര്യമായി തന്നെയാണ് പരിഗണിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.